MSME രജിസ്ട്രേഷൻ എന്താണിത്, അതുപോലെ ഇത് നിങ്ങളുടെ ബിസിനസ്സിന് എങ്ങനെ ഉപകാരപ്പെടുന്നു നമുക്ക് നോക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എല്ലാ ദിവസവും പണം നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് മോശം വിൽപ്പന കാരണമോ ഉയർന്ന ചിലവുകൾ കാരണമോ അല്ല കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു ലളിതമായ സൗജന്യ രജിസ്ട്രേഷൻ്റെ കുറവ് കൊണ്ടാണ്. നിങ്ങൾക്ക് നിയമപരമായി അവകാശപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നേട്ടങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത്. അടുത്ത കുറച്ച് മിനിറ്റ് എൻ്റെ കൂടെ ഉണ്ടാവുക. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ കാണാത്ത സാമ്പത്തിക ചോർച്ച എങ്ങനെ തടയാൻ പറ്റും, നിങ്ങളുടെ കമ്പനിയുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാമെന്നും നിങ്ങൾക്ക് നിലവിൽ നഷ്ടമാകുന്ന സർക്കാർ സഹായങ്ങളുടെ വലിയൊരു കലവറ എങ്ങനെ തുറക്കാമെന്നും ഞാൻ കാണിച്ചു തരാം. ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്. മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ നിങ്ങളുടെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്താണ് യഥാർത്ഥ നഷ്ടം, റിയൽ ലോസസ് എന്താണ്? ഒരു സംരംഭകൻ എന്ന നിലയിൽ നാം വളർച്ചയെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ കഠിനാധ്വാനം ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു അടിസ്ഥാനപരമായ വിള്ളലുണ്ടെങ്കിലോ, ഈ വിള്ളലാണ് ഉദ്യം രജിസ്ട്രേഷൻ അവസ്ഥ. ഇത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക അംഗീകാരമാണ്. ഈ ഒരൊറ്റ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമാകുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ വായ്പകൾക്ക് കൂടുതൽ പലിശ നൽകുന്നു. ഉദ്യം രജിസ്ട്രേഷനുള്ള MSMEകൾക്ക് ബാങ്കുകൾ മുൻഗണന നൽകുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകൾ ലഭിക്കുന്നു. ഈടില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ലോണുകൾ നേടാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കും. രണ്ടാമതായിട്ട്, വലിയ കമ്പനികൾ പണം തരാൻ വൈകുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ തളർത്തുന്നു. എന്നാൽ രജിസ്റ്റർ ചെയ്ത ഒരു MSMEക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. അത് എത്ര പേർക്ക് അറിയാം? MSMED ആക്ട് പ്രകാരം ഉപഭോക്താക്കൾക്ക് 45 ദിവസത്തിനുള്ളിൽ പണം നൽകിയിരിക്കണമെന്നാണ്. അല്ലാത്ത പക്ഷം RBI നിശ്ചയിച്ച ബാങ്ക് നിരക്കിൻ്റെ 3 ഇരട്ടി കോമ്പൗണ്ട് പലിശ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. മൂന്നാമതായിട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്താവായ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡറുകൾ ലഭിക്കുന്നില്ല. കേന്ദ്ര മന്ത്രാലയങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അവരുടെ ആവശ്യങ്ങളുടെ 25% മൈക്രോ ചെറുകിട സംരംഭങ്ങളിൽ നിന്ന് വാങ്ങണമെന്ന് നിയമമുണ്ട്. അതായത് ഉദ്യം രജിസ്ട്രേഷൻ ഇല്ലാത്ത കമ്പനികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. 25% മിനിമം ഉദ്യം രജിസ്ട്രേഷനുള്ള MSME രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ നിന്ന് വാങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് ഈ ഉദ്യം രജിസ്ട്രേഷൻ അഥവാ MSME രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ പൂർണ്ണമായും നഷ്ടമാകും. അവസാനമായി, പേറ്റൻറ്റ് രജിസ്ട്രേഷനും ISO സർട്ടിഫിക്കേഷനും പുതിയ മെഷീനറികൾ വാങ്ങുന്നതിനും ഒക്കെയുള്ള സബ്സിഡികൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കുള്ള പരിഹാരം എന്താ നമുക്ക് നോക്കാം. 10 മിനിറ്റിൽ നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. ചെയ്യാതെ കാണുക. ഈ സാമ്പത്തിക ചോർച്ചകളെല്ലാം അടയ്ക്കാനുള്ള താക്കോലാണ് ഉദ്യം രജിസ്ട്രേഷൻ. ഇത് തികച്ചും സൗജന്യമാണ്. പേപ്പർ വർക്കുകളില്ലാതെ ഓൺലൈനായി വെറും 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് പൂർത്തിയാക്കാൻ പറ്റും. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാത്രം പോവുക. ഉദ്യം രജിസ്ട്രേഷൻ .gov.in. വ്യാജ സൈറ്റുകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വ്യാജ സൈറ്റുകൾ നിങ്ങളുടെ വേറെ പേജുകളിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് ഇതിന് പൈസ ആയിട്ട് ഈടാക്കുന്നുണ്ട്. അതിലൊന്നും വീഴാതിരിക്കുക. ഞാൻ ഈ പറയുന്ന ലിങ്കിൽ മാത്രം കയറിയിട്ട് ചെയ്യുക. ഉദ്യം രജിസ്ട്രേഷൻ .gov.in. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടം, നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലഭിക്കുന്ന OTP നൽകുക. മൂന്നാമത്തത്, നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ നൽകുക. സിസ്റ്റം ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ചോളും. അടുത്ത നാലാമതായി, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര്, വിലാസം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ചോദിക്കുന്ന കോളങ്ങളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, പൂരിപ്പിക്കുക. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, എല്ലാം ഒന്നുകൂടി പരിശോധിച്ച് അവസാനം OTP നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും കൊടുത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത വിവരങ്ങൾ കറക്റ്റാണോ എന്ന് അവസാനമായി ഒന്നും കൂടെ കൺഫേം ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് നൽകി OTP നൽകുക. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ ഉടൻ തന്നെ ലഭിക്കും. കൂടാതെ ഈ സർട്ടിഫിക്കറ്റ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇമെയിലിലും എത്തുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലും ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തെല്ലാം ഉദ്യം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ MSME രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അവർക്കൊക്കെ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇന്ന് തന്നെ നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഉടനെ തന്നെ എടുക്കുക. ഈ മേലെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റുകളും ആനുകൂല്യങ്ങളും അതോടുകൂടി നിങ്ങളുടെ കമ്പനികളുടെ മുമ്പിൽ തുറന്നു വരുന്നതാണ്. ഇനി എന്തിനു കാത്തിരിക്കണം? ഇപ്പോൾ തന്നെ ഒരു പുതിയ ടാബ് തുറന്ന് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഔദ്യോഗിക വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് 100% സൗജന്യമാണ്. ഫേക്ക് ലിങ്കുകളിൽ വീഴാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. അവസാനമായി കമൻ്റ് ഇടുക. നിങ്ങൾക്ക് രജിസ്ട്രേഷനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇതിനകം രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക. അത് മറ്റൊരാൾക്ക് ഈ വലിയ ചുവടുവെപ്പ് നടത്താൻ പ്രയോജനമായേക്കാം. ഉദ്യം രജിസ്ട്രേഷൻ ഇല്ലാതെ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഓരോ ദിവസവും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പണം നഷ്ടപ്പെടുത്തുകയാണ്. ഉയർന്ന പലിശയും വൈകുന്ന പേയ്മെൻറ്റുകളും സർക്കാർ അവസരങ്ങളുടെ നഷ്ടവും നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുകയാണ്. ഇതൊരു കടലാസ് പണിയല്ല, മറിച്ച് ഒരു പ്രധാന ബിസിനസ് തന്ത്രമാണ്. ലക്ഷക്കണക്കിന് സംരംഭകർ ഇതിനകം ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നേട്ടങ്ങൾ ഉപയോഗിച്ച് വളരുകയാണ്. ഈ 10 മിനിറ്റ് ചിലവഴിക്കുന്നത് ഈ വർഷം നിങ്ങളുടെ ബിസിനസ്സിൽ നടത്തുന്ന ഏറ്റവും മികച്ച നിക്ഷേപമായിരിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കൂ. നിങ്ങളുടെ ഭാവിയിലെ ബിസിനസ്സും ബാങ്ക് അക്കൗണ്ടും നിങ്ങളോട് നന്ദി പറയും. മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായി നാളെ നമ്മുടെ ചാനലിൽ ഉദ്യം രജിസ്ട്രേഷൻ അത് ചെയ്താലുള്ള ബെനിഫിറ്റുകളെ കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ലോട്ട് ഓഫ് സർപ്രൈസസ് ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.